ഹായ് ഓൾ, നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടിയും വളരെ എക്സൈറ്റഡ് ആയിട്ടുമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ബിക്കോസ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ PSCയുടെ ഭാഗത്തു നിന്ന് വന്നു. ഒന്ന് ഡിഗ്രി പ്രിലിംസിന്റെ, രണ്ട് LDC മെയിൻസിന്റെ. ഡിഗ്രി പ്രിലിംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം അവരുടെ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണം. ബിക്കോസ് പലരും പറയും പ്രിലിംസ് ക്വാളിഫൈ ആകും, പക്ഷേ അങ്ങനെ ക്വാളിഫൈ ആകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു ഡിഗ്രി പ്രിലിംസ് പോലും ക്വാളിഫൈ ആകാത്തവരുണ്ടായിരുന്നു. അവരെ ഞങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവരെ ഈ ഒരു ജേണിയിൽ ഞങ്ങൾക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഓക്കെ, അതാണ് പ്രൈമറി റീസൺ. ഇനി രണ്ടാമത്തത്, ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. LDC മെയിൻസ് റിസൾട്ട് വന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ടൈം ബാച്ചിന് ശേഷം ഞങ്ങളൊരു ലോങ് ടൈം ടെസ്റ്റ് സീരീസ് സിനാരിയോ ഇംപ്ലിമെന്റ് ചെയ്ത വളരെ സ്കീമാറ്റിക് അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ട് ഓർഗനൈസ് ചെയ്തൊരു ടെസ്റ്റ് സീരീസ് ആയിരുന്നു LDC മെയിൻസിൻ്റെത്, അല്ലെങ്കിൽ LDC ടെസ്റ്റ് സീരീസ്. SCRT ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്തുള്ള SCRT ചാപ്റ്റർ വൈസ് എക്സാംസും ടോപ്പിക് വൈസ് എക്സാംസും ഇൻക്ലൂഡ് ചെയ്ത ഒരു ലോങ് ടൈം ടെസ്റ്റ് സീരീസ്. അതിൽ ഞങ്ങൾക്ക് 100-ലധികം റാങ്കുകൾ, അതും പ്രധാനപ്പെട്ട ഒട്ടനവധി റാങ്കുകൾ ഞങ്ങൾക്ക് പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നായിട്ട് ലഭിച്ചു. അതിൻ്റെ എല്ലാം വീഡിയോസും പോസ്റ്റേഴ്സും എല്ലാം നിങ്ങൾ ടെലഗ്രാം ചാനലിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇതെല്ലാമാണ് ഞങ്ങൾക്ക് ഇത്രയും ഹാപ്പിനെസ്, സന്തോഷം കൊണ്ടുവരാൻ സാധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം റിസൾട്ട് വന്നവരുടെ കാര്യമാണ്. ഇനി ഈ പറയുന്ന പോലെ ഇനി അടുത്ത ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ വരുന്ന ഡിഗ്രി മെയിൻസ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ മാത്രം പോരാ, പകരം മെയിൻസ് നമുക്ക് ക്വാളിഫൈ ആകണം. മെയിൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിലബസ് അതിൻ്റെ പാറ്റേൺ ആണ് എക്സാമിൻ്റെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ആദ്യത്തെ ബാച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓഗസ്റ്റിൽ രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ മുൻപത്തെ ടെസ്റ്റ് സീരീസ് ഞങ്ങൾക്ക് തന്ന കോൺഫിഡൻസും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിലുമാണ് ഞങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇനി പല ഉദ്യോഗാർത്ഥികളും ഞങ്ങളോട് ചോദിക്കുന്ന പല സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇനി പഠിച്ചാൽ മതിയോ, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം, പിന്നെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എങ്ങനെയാണ് പഠിക്കേണ്ടത്. കാര്യം പേപ്പർ 2 പഠിക്കാൻ അവരുടെ കയ്യിൽ മെറ്റീരിയൽ ഒന്നുമില്ല. ഈ മെറ്റീരിയലുകൾ എവിടെ നിന്ന് കിട്ടും? പിന്നെ പേപ്പർ 1 ആണോ പേപ്പർ 2 കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പിന്നെ പലരും ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്, ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതുന്നവരുണ്ട്, വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ട്. അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ഈ കുറഞ്ഞ സമയം ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ എക്സാം ടൈം ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 9 മണി അല്ലെങ്കിൽ 10 മണി 3 മണി എന്നൊക്കെ എക്സാം ടൈം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ട്. സോ അതെല്ലാം ഇവിടെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഏതാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. ഇതിലേത് ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യും, ഇത് അഡ്രസ്സ് ചെയ്യും. ഫസ്റ്റ് ഡൗട്ടിലേക്ക് വരാം, ഇനി പഠിച്ചാൽ മതിയോ? അതിന് എൻ്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു എക്സ്പീരിയൻസിന്റെ കളിയില്ല. കാര്യം PSCയുടെ പാറ്റേൺ ആണെങ്കിലും ഇപ്പോഴത്തെ വന്ന സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻ സിലബസ് എല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് PSCയിൽ ഇങ്ങനൊരു മെയിൻസ് വരുന്നത് സെക്രട്ടറി ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇവിടെ ഒരു എക്സ്പീരിയൻസ്, ബിഗിനർ എന്നുള്ളൊരു വേർതിരിവൊന്നും നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ പേപ്പർ 1 ഓൾമോസ്റ്റ് കുറെ ടോപ്പിക്കുകൾ സിമിലർ ആയിട്ട് വരുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈം ഫ്രെയിമിൽ. അല്ലെങ്കിൽ നിങ്ങൾ പ്രിലിംസ് വെറുതെ വന്നവരല്ല. പ്രിലിംസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഹാർഡായിട്ടുള്ള ഒരു കടമ്പയാണ്. അത് കടന്നു വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾ ഫെമിലിയർ ആയിരിക്കും. ഇനി അൺഫെമിലിയർ സബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ എത്ര നാൾ കൊണ്ട് പഠിച്ചു എന്നുപരി എത്ര നന്നായി പഠിച്ചു എന്നുള്ളതാണ് റിസൾട്ടിനെ തീരുമാനിക്കുന്നത് മനസ്സിലാക്കുക. ഇനി പേപ്പർ 2 വരുമ്പോൾ നിങ്ങൾക്കറിയാം, പല സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ പല ടോപ്പിക്കുകൾ നമുക്ക് അൺഫെമിലിയർ ആണ്. ഇത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്ത്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ സമയത്താണെങ്കിലും, യൂണിവേഴ്സിറ്റി ടെസ്റ്റിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓർഡിനേറ്റർ സ്പെഷ്യൽ ടോപ്പിക് ഇംപ്ലിമെന്റ് ചെയ്ത പരീക്ഷയാണ്. അവിടെയാണെങ്കിൽ ഞങ്ങൾ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് മെറ്റീരിയലിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത്. അത് തന്നെയാണ് PSCയും ചെയ്ത ഒരു പരിപാടി. അവർ പ്രിൻസിപ്പൽ സോഴ്സിൽ നിന്നാണ് ഇത് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത്. അത് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടിനും കാരണം. അപ്പോൾ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് PSC ഫോളോ ചെയ്യുന്നത്. PSC ഒരിക്കലും ഒരു റാങ്ക് ഫെയിലോ അല്ലെങ്കിൽ മറ്റ് വൈഡായിട്ടുള്ള മെറ്റീരിയൽസ് അപ്പി നടക്കില്ല. പകരം പ്രിൻസിപ്പൽ സോഴ്സ്, എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകുന്ന മെറ്റീരിയൽ സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ റിലയബിൾ മെറ്റീരിയൽ സോഴ്സുകളിൽ നിന്നാണ് ഇത് PSC ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. വളരെ റിലയബിൾ ആൻഡ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് പേപ്പർ 2 ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ടീം വർക്കാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ മെറ്റീരിയൽ സോഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാനും എല്ലാ മെറ്റീരിയൽ സോഴ്സ് റെഫർ ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ടൈം ഫ്രെയിമിൽ ഇത് കഴിയണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ
ഈ പറഞ്ഞ പേപ്പർ 2 അധിഷ്ഠിതമായിട്ടുള്ള മെറ്റീരിയൽസുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അവരും എല്ലാം എന്ത് ചെയ്യുക, പ്രിൻസിപ്പൽ സോഴ്സുകൾ റെഫർ ചെയ്ത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഇത്തരത്തിൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് റെഫർ ചെയ്ത് പഠിക്കുന്നതാവും കൂടുതൽ ബെറ്റർ. ഇനി നിങ്ങൾ പഠിക്കുന്ന ട്രാക്ക് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ ഞങ്ങളുടെ എക്സാംസും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞങ്ങളുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഞാൻ പഠിക്കുന്ന കറക്റ്റ് രീതിയിലാണ്. ഈ ക്വസ്റ്റ്യൻസ്, ഈ പ്രിൻസിപ്പൽ സോഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പേപ്പർ 2-ന്റെ കേസ് മാത്രമല്ല, പേപ്പർ 1-നും സെയിം സിനാരിയോ ഉണ്ട്. പേപ്പർ 2-നും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2-നെ 50 സെക്ഷണൽ എക്സാംസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡേ ബൈ ഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. പേപ്പർ 2 ഒരു ദിവസം ആണെങ്കിൽ അടുത്ത ദിവസം പേപ്പർ 1, അങ്ങനെ ദിവസവും 2 ടെസ്റ്റ് വീതം ഞങ്ങൾ എന്ത് തന്നു പോകുന്നുണ്ട്. അതായത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ എവിടെയാണ്, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് വീക്കായിട്ടുള്ള സെക്ഷൻ, നിങ്ങൾ ഏത് സെക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പേപ്പർ 1-ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ, പേപ്പർ 2-ന് പ്രാധാന്യം കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. കാരണം രണ്ട് പേപ്പറിനും ഒരേപോലെയാണ് ഇമ്പോർട്ടൻസ്. കാര്യം ഓരോന്നിലും ഒരു ക്വസ്റ്റിന് 1 മാർക്ക് തന്നെയാണ്, അല്ലെ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് 3 മാർക്ക് എക്സ്ട്രാ ഒന്നുമില്ല. അപ്പോൾ ഇമ്പോർട്ടൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാ മേഖലകൾക്കും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ചില മേഖലകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഒരു ചെറിയ പ്രശ്നം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മേഖല ടഫ് ആണെന്ന് കരുതി അത് മാറ്റി നിർത്തുന്നു എന്ന് കരുതുക. അപ്പോൾ മറ്റൊരു മേഖല നിങ്ങൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകുന്നു. പക്ഷെ ആ മേഖലയിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് മേഖലയിൽ നിന്ന് നല്ല ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ പഠിക്കാതെ മിസ് ചെയ്ത പോർഷൻസിൽ നിന്ന് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കാര്യം ഇപ്പൊ കൃത്യമായി നമുക്ക് മാർക്ക് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് PSC. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച മേഖലയിൽ നിന്ന് എഴുതാൻ പറ്റാതെയും വരും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കാത്ത മേഖലയായിട്ട് എളുപ്പപ്പെട്ട ചോദ്യങ്ങൾ മിസ്സാവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ കൊടുക്കുക. കാര്യം മെയിൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാൻസേ നിങ്ങൾക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനോ ആ ഒരു ചാൻസ് എടുക്കാനുള്ള ഒരു അവസരമില്ല. കാര്യം ഈ ഒരു പരീക്ഷ ഇനി വരണമെങ്കിൽ 3 കൊല്ലം കഴിയണം. അപ്പൊ അത് മനസ്സിലാക്കി ഇനി ഒരു റിസ്ക് എടുക്കാതെ കൃത്യമായ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസിലൂടെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പേപ്പർ 1-ന്റെ പേപ്പർ 2-ന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി, എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലായി. ഇനി ഡേ ബൈ ഡേ നമുക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ഇല്ലാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ വരെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആ ടൈം ടേബിൾ പ്രകാരം ഡേ ബൈ ഡേ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ പുസ്തകങ്ങൾ, ഇപ്പൊ ടോപ്പിക് 1 പേപ്പർ 1 പഠിക്കാൻ നിങ്ങളുടെ റാങ്ക് ഫയൽ മതിയാവും. പേപ്പർ 2 പഠിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ മെറ്റീരിയലുകൾ ഒരുപാട് അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ച് പഠിക്കാം. ഇനി ഇത് രണ്ടും റെഫർ ചെയ്ത് പഠിക്കാനുള്ള ടൈം ടേബിൾ ഞങ്ങൾ തരുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേ ബൈ ഡേ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റുകൾ എഴുതി പോവുക. ടെസ്റ്റുകൾ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് തെറ്റുന്നതും ഡൗട്ടുള്ളതും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാർക്ക് ചെയ്ത് വെക്കുക. അത് പിറ്റേ ദിവസം ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ആ രീതിയിൽ പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ ചെയ്ത് പോവുക. ഇപ്പൊ നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ ഒന്ന് ശ്രദ്ധിച്ചറിയാം. പല റാങ്ക് ഹോൾഡേഴ്സും പല മെറ്റീരിയലുകളും കോഴ്സുകളും ക്ലാസ്സുകളും എല്ലാം ഫോളോ ചെയ്തവരായിരിക്കും. പക്ഷെ അവരെല്ലാം ഐഡിയലി ഒരു കാര്യം അവരുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യാതെ ആരും മികച്ച റാങ്ക് നേടി മുന്നോട്ട് വരില്ല. പ്രാക്ടീസ് ചെയ്ത് പോകുന്നവരാണ് ഇത് മികച്ച റാങ്ക് നേടി വരിക. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മൾ ഒരു കാര്യം നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്ത് പോകുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് എക്സാമിലും അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു നമ്മുടെ ഒരു ഹാബിറ്റ് അവിടെ വർക്ക് ആവുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പറയാനുള്ളത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തുടങ്ങിയ സബ്ജക്ട്സിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രാക്ടീസിന് ഓറിയന്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡേ ബൈ ഡേ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട്. അപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്. അതിന് പുറമെ ഡേ ബൈ ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ സ്ട്രാറ്റജിക്കലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ അക്കാഡമിക് കോർഡിനേറ്ററിനെയോ അല്ലെങ്കിൽ മെന്ററിനെയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനി ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ടിൽ എക്സാം വരെ എത്ര തവണ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ, ഏത് സമയത്ത് പ്രാക്ടീസ് ചെയ്യാനും ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക, പഠനത്തെക്കാൾ മികച്ച രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.